നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് ചികിത്സ നൽകുന്നതിൽ അധ്യാപകർ വീഴ്ച വരുത്തിയെന്ന് പരാതി. വിനോദയാത്രയ്ക്കിടെ മുഖത്തല NSS UP സ്കൂളിലെ 6ാം ക്ലാസ്സുകാരനായ ആരോമലാണ് വാഹനമിടിച്ച് കൈക്ക് പരിക്കേറ്റത്. സംഭവത്തിൽ കൊല്ലം ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൃത്യസമയത്ത് ചികിത്സ ഉറപ്പാക്കിയെന്നും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുമാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. മുഖത്തല NSS UP സ്കൂളിൽ നിന്ന് ഫെബ്രുവരി 1-നാണ് കന്യാകുമാരിയിലേക്ക് വിനോദയാത്ര പോയത്. ബസിന്റെ സൈഡ് സീറ്റിലിരുന്ന് ഉറങ്ങിപ്പോയ 6ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൈമുട്ടിൽ മറ്റൊരു വാഹനം ഇടിച്ചു. ഗുരുതരമായി പരിക്കേറ്റിട്ടും വിദഗ്ധ ചികിത്സയ്ക്ക് സൗകര്യമുള്ള ആശുപത്രിയിൽ കൃത്യസമയത്ത് കുട്ടിയെ എത്തിച്ചില്ല എന്നാണ് കുടുംബത്തിന്റെ പരാതി. ആദ്യം കന്യാകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരികെ വരുമ്പോൾ മറ്റൊരു ആശുപത്രിയിലും രാത്രിയുടെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകട വിവരം ഏറെ വൈകിയാണ് അധ്യാപകർ അറിയിച്ചതെന്നും കുടുംബം പറയുന്നു. പ്രാഥമിക ചികിത്സ നൽകി ഒരു അധ്യാപികയെ വാഹനത്തിൽ കൂട്ടിനിരുത്തിയ ശേഷം മറ്റുള്ളവർ വിനോദയാത്ര തുടർന്നെന്ന് ആരോമൽ പറയുന്നു. ചെലവ് താങ്ങാൻ കഴിയാത്തതിനാലാണ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കുട്ടിയെ ജില്ലാ ആശുപത്രിയിലേക്കും തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയതെന്ന് കുടുംബം പറയുന്നു. അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് 3-ാം തീയതി ശസ്ത്രക്രിയ നടത്തി. മെഡിക്കൽ കോളേജിൽ അധ്യാപകർ വന്നിരുന്നെന്നും ചെലവ് വഹിച്ചെന്നും മാതാപിതാക്കൾ വ്യക്തമാക്കി. എന്നാൽ ചികിത്സ വൈകിയതിന്റെ ഉത്തരവാദിത്തം ഇപ്പോഴും അവർ ഏറ്റെടുക്കുന്നില്ല എന്നാണ് പരാതി. ശിശുക്ഷേമ സമിതിക്ക് ലഭിച്ച പരാതി പ്രകാരം ജില്ലാ കളക്ടർ ആരോമലിന്റെ വീട് സന്ദർശിച്ച് വൈദ്യസഹായം അടക്കം ഉറപ്പു നൽകി. അധ്യാപകർക്ക് വീഴ്ച പറ്റിയെന്ന് അന്വേഷിക്കുമെന്നും കളക്ടർ പറഞ്ഞു. എന്നാൽ അപകടം നടന്നയുടൻ തന്നെ വേണ്ട ചികിത്സ നൽകിയെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. യാത്ര അവസാനിപ്പിച്ച് ഉടൻ നാട്ടിലേക്ക് മടങ്ങിയതായാണ് ചെയ്തതെന്നും വീട്ടുകാർ പേടിക്കുമെന്ന് കരുതിയാണ് പതിയെ വിവരം അറിയിച്ചെന്നും അധ്യാപകർ പറയുന്നു. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ തിരുവനന്തപുരം കല്ലമ്പലത്ത് അറബിക് കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന പ്രായപൂർത്തിയാകാത്ത 13-കാരനെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ അടക്കം 7 പേർക്കെതിരെ കേസെടുത്തു. അറബിക് കോളേജിനനുബന്ധിച്ചുള്ള ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുന്ന 13 വയസ്സുള്ള ആൺകുട്ടിയാണ് സീനിയർ വിദ്യാർത്ഥികൾ നിരന്തരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. തുടർന്ന് കുട്ടി വൈസ് പ്രിൻസിപ്പലായ മുഹമ്മദ് റഫീഖിനോട് പരാതി പറഞ്ഞു. കുട്ടിയുടെ പരാതി കേട്ട മുഹമ്മദ് റഫീഖ് ക്ഷുഭിതനായി കുട്ടി മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് കുട്ടി രക്ഷിതാക്കളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവർ കല്ലമ്പലം പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ സീനിയർ വിദ്യാർത്ഥികളായ കിളിമാനൂർ തട്ടത്തുമല ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന 22-കാരനായ മുഹമ്മദ് മുഹ്സിൻ, മണമ്പൂർ തോട്ടയ്ക്കാട് സ്വദേശിയായ 24-കാരനായ മുഹമ്മദ് ഷമീർ, മണമ്പൂർ തൊട്ടയ്ക്കാട് സ്വദേശിയായ നൂർ മഹലിൽ താമസിക്കുന്ന കോളേജ് വൈസ് പ്രിൻസിപ്പൽ കൂടിയായ 54-കാരനായ മുഹമ്മദ് റഫീഖ് എന്നിവരെ കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്തു. പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.